ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ ഹാബ്സ്. നമ്മളിന്ന് ഈ ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടാണ് കാണാൻ പോകുന്നത്. കഴിഞ്ഞ പാർട്ടുകളൊക്കെ കാണാത്തവരാണെങ്കിൽ അത് കണ്ടതിന് ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്ത് പറയാനായിട്ട് മറക്കരുത്. ഇപ്പോൾ നമുക്ക് നേരത്തെ തന്നെ വീഡിയോയിലേക്ക് പോകാം. കട്ട് ചെയ്താൽ ലിന്ന് മാച്ച് സ്റ്റെപ്പായിട്ട് കളിച്ച് വിൻ ചെയ്ത് വരുന്നുണ്ട്. അവസാനം ഫൈനൽ മാച്ച് എത്തി. ആ സമയത്ത് ഹീറോയിന് ഒരു മീറ്റിംഗ് ഉള്ളത് കൊണ്ട് ഫൈനൽ മാച്ച് കാണാൻ വേണ്ടി അവളെ കൊണ്ട് വരാനേ കഴിയുന്നില്ല. അവളുടെ അമ്മയും ആ മീറ്റിംഗിൽ ഉള്ളത് കൊണ്ട് അവൾക്ക് വേറെ വഴിയില്ല. മാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ മാച്ച് വിൻ ചെയ്യുന്നതും ലിന്ന് തന്നെ ആയിരിക്കും. എല്ലാവർക്കും വളരെ ഹാപ്പി ആകുന്നുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയ മെയിൻ ചാമ്പ്യൻഷിപ്പ് ആണ് അവൻ വിൻ ചെയ്ത് വാങ്ങിയിരിക്കുന്നത്. അതറിഞ്ഞ് എല്ലാവരും അളവിലധികം സന്തോഷിക്കുന്നുണ്ട്. മാസ്റ്റർക്കൊക്കെ കരച്ചിൽ വരുന്നുണ്ട്. ഹീറോയിന് മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തേക്ക് വന്ന് ഫോൺ ചെക്ക് ചെയ്ത് നോക്കുമ്പോ ന്യൂസിൽ മൊത്തം ഇതാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ചാമ്പ്യൻഷിപ്പ് ലിന്ന് വിൻ ചെയ്തു എന്നറിഞ്ഞ് അവളെ കൊണ്ട് സന്തോഷം താങ്ങാനേ പറ്റുന്നില്ല. വളരെ സന്തോഷത്തിൽ തുള്ളിച്ചാടാനായിട്ട് തുടങ്ങി. ഹീറോയിനും അമ്മയും മീറ്റിംഗ് കഴിഞ്ഞ് സ്റ്റാഫുമായിട്ട് പുറത്തേക്ക് വരുമ്പോ ആരാണെന്ന് വിൻ ചെയ്തതെന്ന് ചോദിക്കും. അത് വേറെ ആരും അല്ല മാഡം, ലിൻ എന്നൊരു പയ്യൻ വന്നില്ലേ, പുതിയ പയ്യൻ, അവനാണെന്ന് പറഞ്ഞതും അമ്മ ഇത് കേട്ട് ഷോക്ക് ആകുന്നുണ്ട്. കൂടെ കുറച്ച് ഇംപ്രസും ആകുന്നുണ്ട്. ഇവിടെ ലിന്ന് വിൻ ചെയ്ത കപ്പുമായിട്ട് നടന്നു പോകുന്നത് കണ്ട് ജിയാങ്ങിന് ചെറിയ വയസ്സിൽ അവൻ ഇറങ്ങിപ്പോയില്ലേ, ആ ഒരു ചെറിയ പയ്യനെയാണ് ഓർമ്മ വരുന്നത്. കൂടെ അവന് വളരെ പ്രൗഡും ആകുന്നുണ്ട്. നെക്സ്റ്റ് ഡേ ഹീറോയിന് ഒരു ട്രെയിനിങ് ക്യാമ്പ് ഉണ്ട്. അതിനുവേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ലിന്ന് തിരികെ പോകാനായിട്ട് എയർപോർട്ടിലേക്ക് വരുമ്പോൾ ജിയാങ് ചോദിക്കും, അടുത്തത് നീ എവിടേക്കാ പോകുന്നത്, നെക്സ്റ്റ് ട്രെയിനിങ്ങിനാണോ എന്ന്. അല്ല, അതിനൊക്കെ മുമ്പേ ഒരു ഇമ്പോർട്ടന്റ് പേഴ്സണെ കാണണമെന്ന് പറഞ്ഞിട്ട് ലിന്നും അവിടെ നിന്ന് നടന്നു പോകുവാണ്. ഹീറോയിനും എയർപോർട്ടിൽ ഇരുന്ന് ലിന്നിന് മെസ്സേജ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുമ്പോൾ ആരോ തൊപ്പിയിൽ വന്ന് തട്ടുന്ന പോലെ തോന്നുന്നുണ്ട്. തിരിഞ്ഞു നോക്കിയാൽ അത് നമ്മുടെ ലിന്നായിരിക്കും. അവനെ കണ്ട അവള് പെട്ടെന്ന് ഷോക്ക് ആകുന്നുണ്ട്. ഹേയ്, നീ എന്താ ഇവിടെ ചെയ്യുന്നേ, റെസ്റ്റ് എടുക്കാതെ നീ എന്താ ഇവിടെ ചെയ്യുന്നേന്ന് അവള് വഴക്ക് പറയാൻ തുടങ്ങി. പെട്ടെന്ന് ഒരു മാസ്ക് എടുത്ത് കൊടുത്തിട്ട്, ഇന്നലെ ന്യൂസ് മൊത്തം നീ ആയിരുന്നു, ആളുകൾ നിന്നെ കണ്ടാല് തിരിച്ചറിയുമെന്ന് പറഞ്ഞതും ലിന്നും വേഗം അതെടുത്ത് മുഖത്ത് വെക്കുന്നുണ്ട്. നോക്ക്, ചാമ്പ്യൻ ആണോ എന്റെ കൺമുമ്പിൽ വന്ന് നിൽക്കുന്നതെന്ന് ഹീറോയിൻ ചോദിച്ചതും, അതെ, ഇപ്പൊ ഞാൻ വിൻ ചെയ്തു കിങ് ആയില്ലേ, നീ എന്റെ റാണിയോ ആണെന്ന് ലിൻ ചിരിച്ചിട്ടേ പറയാണ്. ഇവൾക്കിത് കേട്ട് നാണം വരുന്നുണ്ട്. അത് ഞാൻ 2 വർഷത്തിന് മുമ്പ് വിൻ ചെയ്തപ്പോ പറഞ്ഞതല്ലേ, അതിപ്പോഴും നീ ഓർത്ത് വെച്ചിരിക്കുകയാണോന്ന് അവള് ചോദിക്കും. അതെങ്ങനെ എന്നെ കൊണ്ട് മറക്കാൻ കഴിയും, ഈ ഫസ്റ്റ് ടൈം ഇന്റർനാഷണൽ ലെവലില് ഫസ്റ്റ് കപ്പ് വിൻ ചെയ്തു. സോ ആ വിന്നിങ്ങും നീ എനിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു, എന്നെ റാണി വരെ ആക്കി. അതൊക്കെ എന്നെ കൊണ്ട് എങ്ങനെ മറക്കാൻ കഴിയുമെന്ന് ലിന്ന് ചോദിക്കും. അപ്പോഴേക്കും ഹീറോയിന്റെ ടീംമേറ്റ്സ് അവിടേക്ക് വരുന്നുണ്ട്. സോ ഇത് കണ്ട ലിന്നും നൈസ് ആയിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ്. ഹീറോയിനും ഹീറോയും ഫസ്റ്റ് കണ്ടുമുട്ടിയിലെ നാട് ഹെല്ല്, അവിടേക്കാണ് ഹീറോയിൻ ഇപ്പോൾ ഉള്ള മാച്ച് കളിക്കാനായിട്ട് പോകുന്നത്. അവളുടെ കൂടെ തന്നെ പോകാമെന്ന് കരുതിയാണ് ലിന്നും വന്നിരിക്കുന്നത്. ഫ്ലൈറ്റ് വന്നത് 2 പേരും കയറുന്നുണ്ട്. എയർ ഹോസ്റ്റേഴ്സൊക്കെ ലിന്നിനെ കണ്ട് കൂടെ നിന്ന് സെൽഫി എടുക്കാനായിട്ട് തിരക്കായി. ചെയ്യാനേ പാടില്ല, അവർ വേൾഡ് ചാമ്പ്യൻ ആണെന്നൊക്കെ പറയുന്നത് കേട്ട് ഹീറോയിന് വളരെ പ്രൗഡ് ആയിട്ട് ഫീൽ ആകുന്നുണ്ട്. ലിൻ അടുത്തേക്ക് വന്നതും, സാർ എനിക്കും ഒരു ഓട്ടോഗ്രാഫ് കിട്ടുമോ എന്ന് കൈ കാട്ടിയാല്, ഓട്ടോഗ്രാഫ് ഒന്നും തരാൻ പറ്റില്ല, വേണമെങ്കിൽ ഒരു കിസ് തരാമെന്ന് പറഞ്ഞ് അവൻ അടുത്തേക്ക് വരുവാണ്. കറക്റ്റ് ടൈമിൽ ഒരു പെണ്ണ് കയറി വന്നതും ഇവരെ കാണുന്നുണ്ട്. ഹീറോയിൻ നാണത്തോടെ ചിരിച്ചിട്ട് ഓടിപ്പോയി സീറ്റിൽ മിണ്ടാതിരിക്കും. ഇപ്പോ എല്ലാവരും എത്തി ഇറങ്ങി വന്നതും ഓൾറെഡി റൂമുള്ളവർക്ക് അവിടേക്ക് പോകാം, ഇല്ലാത്തവര് എന്റെ കൂടെ വായെന്ന് അവരുടെ കോച്ച് വിളിക്കുകയാണ്. നമ്മുടെ ഹീറോയിൻ നേരെ ഹീറോയുടെ കൂടെ പോകും. അവളെയും കൂട്ടി ലിന്ന് വേയുടെ വീട്ടിലേക്കാണ് വരുന്നത്. ലിന്നിന് ഒരു ജൂനിയർ ചെക്കൻ ഉണ്ടായിരുന്നില്ലേ, അവനും ഇവരുടെ കൂടെ വരുന്നുണ്ട്. ഹീറോയിന്റെ അനിയൻ ഇപ്പോഴും ഇവിടെയാണ് താമസിക്കുന്നത്. സോ ലിന്ന് വന്നതും അവൻ ഓടി ഇറങ്ങി വന്ന്, ബ്രോ എനിക്കൊരു ആർട്ടിക്കിൾ തയ്യാറാക്കാനുണ്ട്, നിങ്ങൾ വേണം എന്നെ ഹെൽപ്പ് ചെയ്യാൻ. ഇപ്പൊ ഞാൻ ഒരിടത്തേക്ക് പോകുവാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിട്ട് അവനും പോകും. എന്തായത്, എന്നെ അവനൊന്നും മൈൻഡ് പോലും ചെയ്തില്ല, നിന്നോട് മാത്രം സംസാരിച്ചിട്ട് പോയതെന്താന്ന് ഹീറോയിൻ ചോദിക്കും. നെക്സ്റ്റ് 2 പേരും ഒന്നിച്ച് കുക്ക് ചെയ്തൊക്കെ കഴിക്കാമെന്ന് തീരുമാനിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഹീറോയിൻ നമ്മുടെ ലിന്നെ വിൻ ചെയ്തപ്പോ കൊടുത്ത ഇന്റർവ്യൂസ് ഒക്കെ ഇല്ലേ, അതിരുന്ന് കാണാൻ തുടങ്ങി. അതില് ലിന്നിന്റെ ഗേൾഫ്രണ്ട് വളരെ ലക്കിയായ കുട്ടിയാണെന്ന് ഒരു ടൈറ്റിലോട് കൂടിയ വീഡിയോ കാണുന്നുണ്ട്. എന്താ ഇതെന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോ, നിങ്ങൾക്ക് ഇപ്പോ ചാമ്പ്യൻഷിപ്പും കിട്ടി, നിങ്ങൾക്ക് 29 വയസ്സുമായി, നിങ്ങൾക്ക് ഗേൾഫ്രണ്ട് ആരെങ്കിലും ഉണ്ടോ എന്ന പോലെ ചോദിക്കുന്നുണ്ട്. ഞാൻ സിംഗിൾ അല്ല, അത് മാത്രമേ എന്നെ കൊണ്ട് ഇപ്പൊ പറയാൻ കഴിയുമെന്ന് ലിന്ന് മറുപടി കൊടുത്തിരിക്കുകയാണ്. ഇത് പിന്നെയും അവള് പ്ലേ ചെയ്ത് നോക്കി കേട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോൾ ലിൻ വരുന്നുണ്ട്. മാഡം എന്താ കാര്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന്. ഹീറോയിന് നാണത്തില് ഞാൻ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഓടിക്കളയും. നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ ലിൻ അവളെയും കൂട്ടി പഴയ ക്ലബിലേക്ക് വരുന്നുണ്ട്. അവിടെയുള്ള എല്ലാവരും ഹീറോയിനോട് വളരെ റെസ്പെക്ട് ഒക്കെ കൊടുത്താണ് സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. സോ ഹീറോയിൻ അവിടെ നിന്ന് കുറച്ചു നേരം ഗെയിം ഒക്കെ കളിക്കുന്നുണ്ട്. അവളുടെ ട്രെയിനിങ്ങും കുറച്ച് ചെയ്യുന്നുണ്ട്. ലിൻ അതേസമയം മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുന്ന നേരത്ത് ജൂനിയർ പയ്യനുണ്ടല്ലോ, അവൻ അവളുടെ അടുത്തേക്ക് വന്ന് ലിന്നിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരാളെ കിട്ടാനേ പോകുന്നില്ല. ലിൻ
ബ്രദർ വളരെ നല്ലൊരു മനുഷ്യനാണ്, അവര് റിലേഷൻഷിപ്പിന് വാല്യൂ കൊടുക്കുന്ന ഒരാളും കൂടിയാണെന്ന് വളരെ പ്രൗഡായിട്ട് അവൻ സംസാരിക്കും. ഹീറോയിൻ അതൊക്കെ കേട്ട് അതിലും വലിയ പ്രൗഡായിട്ട് തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവര് 3 പേരും ചേർന്ന് ഇവരുടെ ആ ഹോട്ടൽ അങ്കിൾ ഉണ്ടല്ലോ അവരുടെ ഹോട്ടലിലേക്ക് വരുന്നുണ്ട്. ലിന്നിനെയും ഹീറോയിനെയും കണ്ട് അവർക്ക് വളരെ സന്തോഷമാകുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ഡിന്നർ പ്രിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞ് സ്പെഷ്യൽ ഫുഡൊക്കെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. അതേസമയം ഇവിടെ ജിയാങ് പിന്നെയും ഡോണിനെ കാണാൻ വേണ്ടി അവന്റെ ക്ലബിലേക്ക് വരുവാണ്. സോ ഡോൺ എവിടെ എന്ന് ചോദിച്ചതും ഡോൺ ഉള്ളിൽ നിന്ന് കതക് തുറന്ന് വരുന്നുണ്ട്. ഞാൻ ഇവിടെയുണ്ട്, നീ അകത്തേക്ക് വാ എന്ന് വിളിക്കും. ഇത് കണ്ട് മറ്റുള്ള സ്റ്റുഡൻസ് എല്ലാവരും ഷോക്ക് ആകുന്നുണ്ട്. കാരണം ഇവര് രണ്ടുപേര് ശത്രുക്കളല്ലായിരുന്നോ, എന്താ അവിടെ നടക്കുന്നതെന്ന പോലെ ഷോക്കായി നോക്കി നിൽക്കുവാണ്. ജിയാങ് ഡോണിനോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ഡോൺ പറയും, അല്ല ജിയാങ്ങെ, ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു, എന്തിന് മാസ്റ്ററിന് പകരം ലിന്നിനോട് ക്ലബ്ബ് നോക്കാൻ പറയുന്നേ? നീയും അവരുടെ സ്റ്റുഡന്റ് അല്ലേ, നിനക്ക് നോക്കിയാൽ എന്താന്ന് ചോദിക്കും. അതേസമയം ഹീറോയിനും ജൂനിയർ പയ്യനും കൂടി ഹീറോയോട് മാസ്റ്ററുടെ ക്ലബ്ബ് ഏറ്റെടുത്ത് നടത്തുന്നതിനെ കുറിച്ച് സംസാരിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ലിൻ എന്താ പറയുന്നതെന്ന് നോക്കിയാല്, മാസ്റ്ററിന് ശേഷം ക്ലബ്ബ് ഇത്ര നോക്കി വലുതാക്കിയതും എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തതും എല്ലാം ജിയാങ്ങാണ്. അവന് 1 ഇയർ സർജറി ഉണ്ട്, അതുവരെ വേണമെങ്കിൽ ഞാൻ നോക്കിക്കോളാം. അത് കഴിഞ്ഞ് ഞാൻ ആ സ്ഥാനം ആഗ്രഹിക്കുന്നില്ല. ജിയാങ്ങിന്റെ എഫേർട്ടാണത്, അത് തട്ടിപ്പറിച്ചെടുക്കുന്ന പോലെയാണെന്ന് ലിൻ പറയും. അതേസമയം ജിയാങ് ഇവിടെ, ലിൻ എന്നെക്കാളും കഴിവുള്ള പയ്യനാണ്, അവനെ കൊണ്ട് എന്നെക്കാളും ബെറ്ററായി അത് നോക്കി നടത്താനായിട്ട് കഴിയുമെന്ന് എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറയും. രണ്ടുപേരും തമ്മിൽ ഇത്രയേറെ വിശ്വാസവും റെസ്പെക്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ജിയാങ് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് നമ്മുടെ ഡോണിനും ലിൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് നമ്മുടെ ഹീറോയിനും വളരെ സന്തോഷമാകുന്നുണ്ട്. അപ്പോൾ ലിന്നെ ഹീറോയിനോട് പറയും, നീ നിന്റെ ഗെയിം ഒക്കെ ശ്രദ്ധിച്ച് കളിക്ക്, എനിക്ക് അടുത്ത സിറ്റിയിൽ ചില വർക്കുകളൊക്കെ ഉണ്ട്, മീറ്റിംഗ് ഒക്കെ ഉണ്ട്, അത് തീർത്തിട്ട് ഞാൻ തിരികെ വരാം. അതിനുള്ളിൽ നീ എന്തായാലും ഫൈനലിൽ എത്തുമല്ലോ, അപ്പോ ഞാൻ നിന്നെ വന്ന് മീറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞതും, അതിനുള്ളിൽ ഞാൻ ഫൈനലിലേക്ക് പോകുമെന്ന് നിന്നോട് ആര് പറഞ്ഞു എന്ന് ഹീറോയിന് ചോദിക്കും. നീ തീർച്ചയായിട്ടും ഫൈനലിലേക്ക് പോകും, നീ നന്നായിട്ട് കളിക്കണമെന്ന് പറഞ്ഞ് ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ട് ലിന്നും എഴുന്നേറ്റ് പോയി. ഇപ്പൊ നെക്സ്റ്റ് ഹീറോയിനും അവളുടെ മാച്ച് നന്നായിട്ട് തന്നെ കളിക്കാൻ തുടങ്ങി. ലിന്ന് മീറ്റിംഗിന്റെയും എല്ലാത്തിന്റെയും തിരക്കായതുകൊണ്ട് അവനെ കൊണ്ട് മാച്ച് ശ്രദ്ധിക്കാനേ പറ്റുന്നില്ല. നമ്മുടെ ഹീറോയിൻ തന്നെ ആ മാച്ച് വിൻ ചെയ്യുന്നുണ്ട്. ക്ലബിലെ ലിന്നിന്റെ വർക്കർ പെണ്ണ് ഓടി വന്ന് അവള് മാച്ച് വിൻ ചെയ്തു എന്ന് അറിയിച്ചതും, എനിക്കറിയാം അവള് വിൻ ചെയ്യുമെന്ന് പറഞ്ഞ് അവൻ ചിരിച്ചിട്ടേ പറയും. ഹീറോയിന്റെ വീട്ടിൽ എല്ലാവരും ഒന്നിച്ചിരുന്ന് അവളുടെ മാച്ച് കാണുന്നുണ്ട്. നമ്മുടെ കൊച്ചെന്താ ചുമ്മാതെയാണോ എന്ന് എല്ലാവരും പ്രൗഡ് ആകുകയാണ്. ഇങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നു പോകുവാണ്. ജിയാങ്ങിനെ കാണാനായിട്ട് നമ്മുടെ ഡോൺ വരുന്നുണ്ട്. ജിയാങ്ങിന്റെ കൈക്ക് ഓപ്പറേഷൻ വേണോന്ന് അവൻ പറഞ്ഞുകൊണ്ടിരുന്നില്ലേ, ആ സർജറി കഴിഞ്ഞ് ഇപ്പൊ അവൻ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുവായിരിക്കും. അപ്പോൾ ഡോൺ ഇവനെ കാണാനായിട്ട് വരുന്നുണ്ട്. ജിയാങ് അവനെ കണ്ടതും, വാ വന്നിരിക്കി, ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചിട്ട് പോകാമെന്ന് പറയും. ഇല്ല, ഞാൻ നിനക്ക് എങ്ങനെയുണ്ടെന്ന് തിരക്കാൻ വേണ്ടി വന്നതാ, കണ്ടു, നീ റെസ്റ്റ് എടുക്ക്, ഞാൻ പോകുവാണെന്ന് പറഞ്ഞതും, അത് ശരി, നീ വന്നതല്ലേ ഉള്ളൂ, അപ്പോഴേക്കും പോകുവാണോടാന്ന് ചോദിക്കും. ഡോണ് പോകാനായിട്ട് കതക് തുറന്നതും ഓപ്പോസിറ്റിൽ നിന്ന് ലീന വരുന്നുണ്ട് ജിയാങ്ങിനെ കാണാൻ വേണ്ടി. ലീനയെ കണ്ടവൻ പോകാതെ തിരികെ വന്ന് ജിയാങ്ങിന്റെ അടുത്തായിട്ട് ഇരിപ്പുറക്കുകയാണ്. ഫ്രൂട്ട്സ് എടുത്ത് കഴിക്കും, നിനക്ക് വേണോ എന്ന് ലീന ഡോണിനോട് ചോദിച്ചതും, കുറച്ചു മുമ്പ് ജിയാങ്ങിനോട് വേണ്ടെന്ന് പറഞ്ഞവൻ ലീന കൊടുത്തത് എടുത്ത് കഴിക്കാൻ തുടങ്ങി. അവനൊരു ഓറഞ്ച് ആണ് എടുക്കുന്നത്, ഇപ്പോൾ നിനക്ക് ഓറഞ്ച് ആണോ ഫേവറേറ്റ് എന്ന് ലീന ചോദിക്കും. ഇത് കേട്ട് ഡോണും ചിരിക്കുന്നുണ്ട്. അപ്പോ കറക്റ്റ് ആയിട്ട് ഡോണിനൊരു കോള് വന്നതും അവൻ സംസാരിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. പിന്നാലെ നമ്മുടെ ലീനയും വരുന്നുണ്ട്. അവൻ ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം ലീന അവനോട് ചോദിക്കും, നീ 4ൽ നിന്ന് വന്നതിന് ശേഷം നിന്റെ മാച്ചൊക്കെ നീ ഉഴപ്പുന്നുണ്ട്, അതിന്റെ കാരണം ഞാനാണോ? ആ കാരണം ഞാനാണെങ്കിൽ അത് നീ മാറ്റി വെച്ചിട്ട്, നിന്റെ ഇമോഷൻസ് ഒക്കെ മാറ്റി വെച്ചിട്ട് നീ ഗെയിം കളിക്കാൻ തുടങ്ങുമെന്ന് പറഞ്ഞതും, അങ്ങനെയല്ല, നീ എനിക്കൊരു പ്രശ്നമേ ആയിട്ടില്ലെന്ന് ഡോൺ അവളോട് പറയും. ഇതോടെയാണ് ഈ പാർട്ട് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത്. അടുത്ത പാർട്ടുമായിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതായിരിക്കും. മിസ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ചെറിയ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്ത് പറയാനായിട്ട് മറക്കരുത്. ഇതേപോലുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി ഈ ഡ്രാമയിൽ ആകെ 4 എപ്പിസോഡ് കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അതുകൂടി കഴിഞ്ഞാല് നമ്മുടെ ഈ ഡ്രാമ ഫിനിഷ് ആയിരിക്കുകയാണ്. സോ മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് നാളെ തന്നെ കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.